ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ മുന്നേ വന്നിട്ട് ഒരു അഡ്വഞ്ചറസ് വീഡിയോ, അതായത് ബൈക്കുമ്മൽ മഴയത്ത് ഊട്ടിയിൽ യാത്ര പോയാൽ അങ്ങനെ ഉണ്ടാവുമെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. നമ്മൾ പോണേ സെറ്റ് ഊട്ടിയിലേക്ക് പോയി യാത്രയായി. അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് ഇടുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക കേട്ടോ. നല്ല രസമുള്ള ഓരോ പ്ലേസസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം മാക്സിമം എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കുന്നത് നിലമ്പൂർ ഫോറസ്റ്റിലാണ്. ഫോറസ്റ്റിലൂടെയാണ് നമ്മളെ യാത്ര. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടോ, ഇതൊക്കെ അടിപൊളി ഫോറസ്റ്റും കാര്യങ്ങളാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം തമിഴ്നാട് ബോർഡർ എത്താനായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, കാരണം നമ്മൾ നാട്ടിലത്തെ ചൂടിൽ വന്നതിന് ശേഷം ഇവിടെ എത്തിയപ്പോൾ മഴയായിരുന്നു. അപ്പോൾ മഴയും തണുപ്പും കൂടിയാൽ എന്താ അവസ്ഥ. അപ്പോൾ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ഒരാൾ ആന വരുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ആനയും ഞങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഊട്ടിക്ക് പോകാന്നുള്ള ഈ യാത്രയാണ് ഏറ്റവും എനിക്കിഷ്ടം കേട്ടോ. ഇതിൻ്റെ നല്ല വൈബായ നല്ല ചില്ലാവും. എപ്പോഴും കാറിലാണ് പോയിട്ടുള്ളത്. കാറിൽ പോകുമ്പോൾ ഫുള്ള് ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് അങ്ങനെ അവിടെ ഇങ്ങനെ പോസ്റ്റ് ആവല്ലാതെ കാഴ്ചകൾ കാണാനൊന്നും നമ്മൾ ടയേർഡായിട്ടുണ്ടാവും. പക്ഷെ ബൈക്കിൽ പോയിട്ട് കണ്ട കാഴ്ച ഒടുക്കത്തെ മഴ. ഞങ്ങളെ ബൈക്ക് റൈഡ് മുടങ്ങി. സോ ഞങ്ങളിവിടെ സൈഡാക്കി. പക്ഷെ ഞങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തില്ല കേട്ടോ. നമുക്കുള്ള സമയം കൊണ്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ഡ്രസ്സൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ചാക്കി നമ്മൾ കോട്ടിലേക്ക് മാറി. ഞങ്ങൾ ഗൂഡല്ലൂരാണ്. ഗൂഡല്ലൂർ ഇവിടെ ഒന്ന് സൈഡാക്കി. അതിനോ കേട്ടോ. അപ്പോൾ ഗൂഡല്ലൂർ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഒരാറിന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ആക്കിക്കോളിന്ന് പറഞ്ഞു. പക്ഷെ അവിടെ സ്റ്റേ ആക്കി പിന്നെ രാവിലെ ഊട്ടിയിലേക്ക് പോകുമ്പോൾ മോർണിംഗ് വ്യൂ നമുക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഞങ്ങൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് ഇനി നമുക്ക് റൂം സെറ്റാക്കണം. റൂം സെറ്റല്ലേനു, പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് റൂമും കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നൈറ്റ് ഇവിടെ സ്റ്റേ ആയിട്ട് മോർണിംഗ് ഇവിടെയൊക്കെ കണ്ട് മടങ്ങാമെന്നാണ് പ്ലാന്. പക്ഷേ തണുപ്പ് അസഹനീയം എന്ന് പറയാമല്ലോ, അത്രക്കും തണുപ്പുണ്ട് കേട്ടോ. മഴയും ബൈക്കും എങ്ങനെ ഉണ്ടാവും ഊഹിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ലൈവ് പൊറോട്ട ഒക്കെ കണ്ടപ്പോൾ നമ്മൾ അതും മേടിച്ച് കഴിച്ചു. അങ്ങനെ റൂമിലെത്തി നല്ലതായിട്ട് ഉറങ്ങി. സംഗതി ഫാനൊന്നും ഇല്ലയെന്ന് റൂമിലെത്തി പറയാതെ ചോദിച്ചു. പക്ഷേ ഒടുക്കത്തെ തണുപ്പ് കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കണം. മോർണിംഗ് വ്യൂ ആയിട്ട് അടിപൊളിയാണ്. ഇവിടെ തണുപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞു വന്ന ആളാണ് ഇപ്പോൾ ഈ പുതച്ച് പോണത്. അങ്ങനെ ഞങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ ടോയ് ട്രെയിനൊക്കെ ഉണ്ട്, ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ ഉടങ്ങമണ്ഡലം അങ്ങനെ എന്തോ ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ ബുക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ മൂഞ്ചണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് ചില്ലായിട്ടോ. പിന്നെ അവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല അടിപൊളി മസാല ദോശയും ഇഡ്ഡലിയും ഒക്കെ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് ആദ്യത്തെ വട കേട്ടോ. നല്ല മുരിഞ്ഞ വടയാണ്. പിന്നെ നമ്മൾ തമിഴ്നാട് വന്നല്ലേ, അപ്പോൾ നമ്മൾ തമിഴ്നാട് സ്റ്റൈലിൽ നടക്കാമെന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂ പോയപ്പോൾ അതിനൊടുക്കത്തെ റേറ്റ് നമ്മളത് വായിക്കാതെ പോകുന്നു കേട്ടോ.
പിന്നെ പോകുന്ന സ്ഥലത്തൊക്കെ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാകുമ്പോൾ നമ്മൾ ബൈക്ക് നിർത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാം. അതാ ബൈക്കിനായാലും അത് കാറാകുമ്പോൾ കാർ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ തപ്പി നടക്കേണ്ടി വരും. ആ ഈ സ്ഥലം നോക്കിയാണെങ്കിൽ തേയിലത്തോട്ടം അടിപൊളി. ഇങ്ങനെ അവിടെ നിന്നും കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളടുത്ത് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുക. അവിടെ ടീ ഫാക്ടറി പോകാമെന്ന് പറഞ്ഞ് പോയി. ഒടുക്കത്തെ ബ്ലോക്കാട്ടോ ഗൈസ്. പക്ഷെ ബൈക്കായതുകൊണ്ട് ബ്ലോക്കിലൊന്നും നമുക്ക് പോസ്റ്റ് ആവേണ്ടി വന്നില്ല. നമ്മൾ ബ്ലോക്കൊക്കെ മറികടിച്ച് അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും അടിപൊളി വ്യൂ ആണ്. പക്ഷെ കണ്ടോ ബ്ലോക്കാണ്. ബ്ലോക്ക് താണ്ടിയിട്ട് വേണം നമുക്ക് എവിടെ എത്താനേ. ടീ ഫാക്ടറി ഉണ്ട്, അതേപോലെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിക്ക് എൻട്രൻസിലെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബൈക്ക് ഒരു സൈഡ് പോയിട്ട് എന്ത് ചെയ്യണം, പാർക്ക് ചെയ്തിട്ട് വേണം നടക്കാൻ. കുറേ നടക്കാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രസമല്ലേ ഉണ്ടോ. ഈ കാറുള്ളവരൊക്കെ എത്ര നേരം അവിടെ പോസ്റ്റ് ആയതെന്ന് ആർക്കറിയാം. അപ്പം ഞങ്ങളിതൊന്നും നോക്കാതെ ഞങ്ങളെ ബൈക്ക് അങ്ങനെ പോയോണ്ടിരിക്കുക കേട്ടോ. ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ടീ ഫാക്ടറിൻ്റെ അങ്ങോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ നല്ല ഓർണമെൻറ്റ്സും കുറച്ച് കുരങ്ങന്മാർ ഇതൊക്കെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. അതിനൊന്നത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വെച്ച് പോകുമ്പോൾ വായിച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അവിടെ അങ്ങനെ നോക്കിയായിരുന്നു. അടിപൊളി വ്യൂ ആണ് കേട്ടോ മക്കളെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് നോക്കിയ പോലെ നല്ല വ്യൂ ആണ് കണ്ടോ. ഇതൊക്കെ അങ്ങനെ പിന്നെ ചീത്തറുണ്ട്, ഫോണ് ചാർജ് തീരും, എല്ലാം വീഡിയോ എടുക്കണ്ട നടക്കാൻ കിട്ടുകയാണ്. അപ്പം ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് ടീ ഫാക്ടറിയിലേക്ക്. കുറേ സ്റ്റെപ്പ് ഇതാ അങ്ങനെ കയറാനുണ്ട്. കുറേ സ്റ്റെപ്പ് കയറി റൗണ്ടൊക്കെ അടിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ. ഒരാൾക്ക് എൻട്രി ഫീ 20 രൂപയും ഉണ്ടോ. ഫുള്ള് പാർക്കിംഗ് ആണ്, അത്രയും റഷാട്ടോ. അങ്ങനെ ഓരോ സ്റ്റെപ്പും കയറിയിട്ട് കുറേ വളഞ്ഞ് തിരിഞ്ഞിട്ട് ലാസ്റ്റാണ് സംഗതി അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ഉള്ളിലെത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഓരോ ഹിസ്റ്ററിയും കാര്യങ്ങളും, അതായത് ചായയുടെ സോസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണത്. അപ്പം എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ ചായപ്പൊടി എത്തുന്നതെന്നുള്ള പ്രോസസ്സ് ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ അടിയിൽ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ചായപ്പൊടി കൊണ്ട് ഫ്രീ ആണ്, എത്ര വേണമെങ്കിൽ ചായ കുടിക്കുക. അപ്പോൾ നമ്മളും അവിടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒറിജിനൽ ചായ നമ്മൾ കുടിച്ചിട്ട് ചിലപ്പോൾ നല്ല പച്ച ഇലൻ്റെ ആ ചായ അടിപൊളി ടേസ്റ്റ് ഇനി ഇക്ക കുറേ കുടിച്ചിട്ടോ. ഞാൻ ഒരു ഗ്ലാസ് ചായ അങ്ങനെ കുടിക്കാറില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് കുടിച്ചു നോക്കി. പിന്നെ അതിലിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ പലതരം ജിഞ്ചർ ടീ, മസാല ടീ, വൈറ്റ് ടീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടംപോലെ ചായകളുണ്ട്. അവിടെയും കുറേ ആൾക്കാർ കുടിക്കുന്നുണ്ട്. നമ്മളൊന്നും കുടിക്കാൻ നിന്നില്ല. നമ്മൾ അടുത്ത സ്റ്റെയർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാ ഇതിൻ്റെ ക്യൂ എന്ന് വലിയ ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ഇത് നെക്സ്റ്റ് വരെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാട്ടോ. ഹായ് ഹായ് സല ഹായ് സല. അപ്പോൾ ആ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഇങ്ങനെ ചോക്ലേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് സാധനം കേട്ടോ. അപ്പോൾ ഞാനും മേടിച്ചു. പല ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോ ക്യൂ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഓരോ ഷേപ്പിൽ ഇങ്ങനെ ഓരിങ്ങനെ അത് മെയ്ഡ് ചെയ്യുന്നു കേട്ടോ. അതായത് ചോക്ലേറ്റിൻ്റെ ക്രീം കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ പ്രൊസീജിയർ ഇങ്ങനെയാണ് ഓരോ ചോക്ലേറ്റ് എത്തണമെന്ന് നമുക്ക് മനസ്സിലായി. കുറേ ടാസ്ക് ഉണ്ട് കേട്ടോ. ഒരു മിഠായി നമ്മൾ തിന്നുമ്പം അതിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് മക്കളെ കാണുന്നത്. പിന്നെ ഇഷ്ടം പോലെ ചോക്ലേറ്റും കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ റേറ്റാണ്, ഒറിജിനലായിട്ടായി കാരണം. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. ഞാൻ ആക്ച്വലി ഒരു ചോക്ലേറ്റ് ലവറൊന്നുമല്ല, എന്നാലും നമ്മൾ വാങ്ങി പോരാഞ്ഞൊരു മോശമല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ഇവിടുന്ന് ബില്ല് ചെയ്ത് അത് മേടിക്കുന്നു. അങ്ങനെ ഏകദേശമൊക്കെ ഊട്ടിയിൽ കവർ ചെയ്തിട്ടുണ്ടേനു. അങ്ങനെ കുറച്ച് കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിക്കാട്ടോ. പിന്നെയും ബ്ലോക്കാട്ടോ. ഈ ബ്ലോക്ക് എവിടെയോ അറ്റം ഉണ്ടായിരുന്നേനു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കുക, ഗുഡ് ബൈ ഊട്ടി എന്നൊക്കെ പറഞ്ഞ് പോവാട്ടോ. അപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ടേനു. പിന്നെ ഒരു ഹോട്ടലിൽ ഫുഡിന് ഒരു വെള്ളം കൈ കഴുകാൻ പോലും വയ്യ, അത്രയും തണുപ്പേനു. പിന്നെ ഇവിടുന്ന് ലഞ്ച് കഴിച്ചു. ഫ്രൈഡ് റൈസും ചിക്കൻ ദം ബിരിയാണിയും ഏകദേശം നമ്മളെ കേരള സ്റ്റൈലിൽ തന്നെ കിട്ടിയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പോരാൻ നേരം നമ്മൾ പറഞ്ഞു ഒരു ടോയ് ട്രെയിനും കൂടി നമുക്ക് എന്ത് ചെയ്യുക ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലൗഡേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ പോയിട്ടോ. സ്നോ കണ്ടോ? സ്നോ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, എനിക്ക് മിസ്സായി പോയിട്ടോ. കാരണം ഇത് വീഡിയോ എടുത്ത് കുറേ കഴിഞ്ഞേരാണ് ഇത് വോയിസ് ഓവർ കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇവിടുത്തെ ട്രെയിൻ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ബാഗിൽ യാത്രയുടെ ഭാഗമായിട്ട് എന്താണ് ഇതിൻ്റെ പേര്? എന്തൊരു ലൗഡേ ഇതൊന്നും നോക്കണ്ട കേട്ടോ. ഇത് റീൽസ് എടുക്കാനും വേണ്ടി വെറുതെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ നിർത്തണ്ട അപ്പം നോക്കുമ്പോൾ കാല് പോയി. അപ്പോൾ നമ്മൾ ഏകദേശം ട്രിപ്പൊക്കെ കഴിഞ്ഞ് അപ്പോൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പക്ഷെ അടുത്ത പ്ലേസ് കണ്ടാൽ നമുക്ക് അത്രക്കും അങ്ങോട്ട് നമ്മൾ അതിലാണ്ട് അഡിക്റ്റായി പോകും. ആ ഒരു കാലാവസ്ഥയും ഈ ക്ലൈമറ്റിൽ ഊട്ടി പോവുകയാണെങ്കിൽ ഈ ക്ലൈമറ്റ് പോകണം. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ സ്ഥലം കാണുമ്പോൾ അങ്ങനെ നിർത്തിയിട്ട് വീണ്ടും അവിടെ ഇരിക്കും കേട്ടോ. ഇതാണ് അവസ്ഥ. പിന്നെ അടുത്ത് നല്ല മഴ വരുന്നുണ്ട്, നമുക്ക് നാട്ടിലേക്ക് അടിച്ച് വിടാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയോണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ നല്ല ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ ഫിലിം സിറ്റിയൊക്കെ പാസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാനുള്ള ഒരു മൂഡും ഒരാരോഗ്യം പിന്നെ ഉണ്ടായില്ല. കാരണം ബൈക്കുമ്മലല്ലേ ഏകദേശം സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കയറാതെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണേ. ഇതിൻ്റെ വ്യൂസ് ഇതാ കാണുന്നത്. എത്രത്തോളം ക്യാമറയിൽ കുടുങ്ങുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ചെറുങ്ങനെ ഒരു മഴ കഴിഞ്ഞൊരു ഹാങ് ഓവർ ഉണ്ട്. മസനക്കുടി വഴിയാണ് നമ്മൾ നാട്ടിലേക്ക് പോണത്. അടിപൊളി പ്ലേസ് ആട്ടോ. അതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ മസനക്കുടിയിലെ ഓരോ ഇതും ഇതിൽ ഇൻക്ലൂഡ് ആക്കാം. ബൈ. അപ്പോൾ ഞങ്ങൾ ഓരോ ചുരങ്ങൾ ഇങ്ങനെ ഓരോ കഥയും പറഞ്ഞ് ഇങ്ങനെ ഓരോ ചുരം ഇങ്ങനെ ഇറങ്ങിയോണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് സ്ലിപ്പാവുമെന്ന് പേടിയുണ്ട്. ഇപ്പോൾ പതുക്കെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മഴയത്ത് എന്ത് ഫ്ലവർ ഷോ? അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് വെറുതെ ചളി പിളിയായി ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്നും പോയില്ല. പിന്നെ അടിപൊളി ഒരു ടീ ഷോപ്പ് കണ്ടിട്ടോ, നല്ല വ്യൂ ഉള്ള സ്ഥലത്ത്. കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് കുറച്ച് നല്ല വൈബായിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് പോവാമെന്ന് വിചാരിച്ചിട്ട്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എല്ലായിടത്തും പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ, ഊട്ടി എന്ന് പറഞ്ഞത് വേറെ വൈബ് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പോയി. ഫ്ലവർ ഷോ പോയില്ല എന്നുള്ളൂ, അടിപൊളി ഫ്ലവറും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴിക്കൽ തന്നെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മസനഗുഡിയായി ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തുടർന്ന് പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. പ്രത്യേക ലൈസൻസും കാര്യങ്ങളും എന്തോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോയ വഴിയൊക്കെ തിരിച്ചു വന്ന് ഞങ്ങൾ സങ്കടം തീർക്കാനതാ ഇതുപോലെ ഇങ്ങനെ കാട്ടിലൊക്കെ കുറച്ച് നടന്ന് അങ്ങനെ പോയോണ്ടിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇതൊക്കെ നല്ല കായലുകളാണ്, പക്ഷേ വെള്ളമൊന്നും കാണാത്ത അത്രയും പുൽമേടുകളാണ് കേട്ടോ മേലെ. പിന്നെ നമ്മൾ നാട്ടിലെത്തി. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു അവധി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാമല്ലോ, ബൈക്കുമ്പോൾ പോവല്ലേ.
പിന്നെ നല്ല മജ്ബൂസ് കിട്ടുന്ന ഒരു സെൻറ്റർ ഉണ്ട് പറഞ്ഞിട്ട് അവിടെ വന്ന് നല്ല ചൂടുള്ള മജ്ബൂസ് ഇട്ട് നാട്ടിലെത്തി എന്ന് അറിഞ്ഞത് നമുക്ക് ചൂടെടുക്കൽ തുടങ്ങി കേട്ടോ. ഇതിപ്പോഴല്ല, കുറച്ച് മുന്നത്തെ വീഡിയോ ആണ്, അപ്ലോഡ് ചെയ്യാൻ നേരം വൈകിയതാണ്. അപ്പോൾ നമ്മളെ നാട്ടിലെത്തി ചൂടെടുക്കണുണ്ടപ്പോൾ മനസ്സിലായി നമ്മളെ കേരളം എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ തണുപ്പിൻ്റെ അതൊക്കെ പോയി, പിന്നെ ഫുഡ് കഴിച്ച് നല്ല ടയേർഡായിരുന്നു. പിന്നെ എല്ലാവരും വീട്ടിൽ പോയി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരാം. അണ്ടിൽ ദെൻ സ്റ്റേ ടു മൈ ചാനൽ. ബൈ ബൈ.